ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇഷ്ടമാത്രത്തിൻ്റെ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മഹേഷ് നമ്മുടെ ദേവികയെ വിളിക്കാം, ഡോക്ടർ ദേവികയെ വിളിക്കുക. ദേവി വിളിച്ച് കഴിഞ്ഞപ്പോഴേക്കും ആരെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മഹേഷാണ്, എന്നെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് പരിചയമൊന്നുമില്ല, പക്ഷേ ആരാണെന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലാവും, ഇഷിതയുടെ ഭർത്താവാണെന്നും പറയുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഡോക്ടർ ദേവിക്ക് ഭയങ്കര സന്തോഷം തോന്നിക്കണം. അതിലുപരി ചെറിയൊരു ടെൻഷനും കൂടിയുണ്ട്. കാരണം എന്തിനായിരിക്കും മഹേഷ് തന്നെ വിളിക്കാനുള്ള കാരണം എന്നാണ് ഡോക്ടർ ദേവിക ചിന്തിക്കുന്നത്. അപ്പോൾ പറയാണ്, ഞാൻ ഇഷിതയോട് മഹേഷിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട് ഇപ്പോൾ എന്ന് ചോദിച്ചപ്പോഴേക്കും ഇപ്പോൾ കുഴപ്പമില്ല ഡോക്ടറെ, നല്ല ഭേദമുണ്ട്, പിന്നെ നടക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്, അത് ഡോക്ടർക്കും അറിയാലോ. ഏതായാലും എത്രയും പെട്ടെന്ന് ഭേദമാകുമെന്നേ, ഇഷിതയെ പോലെ ഒരു ഭാര്യയില്ല നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്, അവൾ നല്ലൊരു സ്ത്രീയാണെന്നൊക്കെ ഇങ്ങനെ രീതിയിൽ പറയാം. അതെ, മഹേഷിനെ കാണാൻ വന്നെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, പക്ഷെ കുറേ തിരക്കുകളായതുകൊണ്ട് ഹോസ്പിറ്റലിലോട്ട് എനിക്ക് വരാനായിട്ട് സാധിച്ചില്ല. അതിനെന്താ ഡോക്ടറെ, ഡോക്ടർക്ക് ഇങ്ങോട്ട് വരാമല്ലോ, അല്ലെങ്കിലും എനിക്ക് ഡോക്ടറെ കാണുമെന്ന് ആഗ്രഹമുണ്ടേ, ഡോക്ടറോട് ചില കാര്യങ്ങളൊക്കെ എനിക്ക് സംസാരിക്കാനുണ്ടെന്നും പറയാം. ഇത് കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആണോ മഹേഷ് വിളിച്ചതിൽ സന്തോഷം, മഹേഷിനെ എനിക്ക് കാണാൻ എനിക്കും ആഗ്രഹമുണ്ട് എന്നിങ്ങനെ പറയാം. എങ്കിൽ പിന്നെ ഡോക്ടർക്ക് ഞങ്ങളെ ഫ്ലാറ്റ് വരെ ഒന്ന് വരാവോ, എനിക്ക് ഫ്ലാറ്റ് ഏതെന്ന് അറിയില്ലല്ലോ, ലൊക്കേഷൻ അടിച്ചു തരാമെന്ന് ചോദിച്ചപ്പോഴേക്കും ഞാൻ ഉറപ്പായിട്ട് ലൊക്കേഷൻ അടിച്ചു തരാം, ഡോക്ടർ എന്നെ കാണാനായിട്ട് വരണമെന്നും പറയണം. തീർച്ചയായിട്ടും മഹേഷ് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ വയ്ക്കാം. അപ്പോൾ ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും മഹേഷ് ഇങ്ങനെ ചിന്തിക്കുകയാണ്, ഡോക്ടർക്ക് എന്താ ഞാൻ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഒരു പതർച്ച, ഞാനതെൻ്റെ ശ്രദ്ധയിൽ പെട്ടു, ഇനി എന്തെങ്കിലും ഡോക്ടർക്ക് എന്നോട് പറയാനുണ്ടായിരിക്കോ. അപ്പോൾ സമയം തന്നെ ദേവികയും മനസ്സിൽ ചിന്തിക്കുകയാണ്, അല്ല, മഹേഷിനോട് എനിക്ക് യാതൊരു അടുപ്പമില്ല, എന്നെ ഇതിനു മുമ്പ് മഹേഷ് കണ്ടിട്ടുമില്ല, പിന്നെ എന്തിനാ എന്നോട് സംസാരിക്കാനുണ്ടെന്നും എന്നോട് കാണണമെന്ന് പറഞ്ഞതും ഫ്ലാറ്റിലേക്ക് വരാൻ പറഞ്ഞതും. ദൈവമേ, ഇനി ഞാൻ ചെയ്ത കള്ളത്തരം വല്ലതും മഹേഷ് അറിഞ്ഞിട്ടുണ്ടാവോ? അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കിട്ടുമല്ലോ, എന്തായാലും മഹേഷിനൊന്ന് കാണാൻ പോകണം എന്ന് ഡോക്ടർ ദേവിക ചിന്തിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ഇതിനെയാണ്, ആകാശിനെ. അപ്പോൾ ആകാശാണെങ്കിൽ ഏതോ ഒരു സെറ്റപ്പിനെ വിളിച്ചുകൊണ്ടിരിക്കാനുള്ള ശ്രമത്തിലാണ്. അപ്പോൾ വിളിച്ച് ഇങ്ങനെ കോളെടുത്ത് ചെവിയിലേക്ക് വെച്ച് കഴിഞ്ഞപ്പോഴേക്കുമാണ് രചന വരുന്നത്. അപ്പോൾ രചനയെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു കോൾ അങ്ങോട്ട് പെട്ടെന്ന് കട്ടാക്കുകയാണ്. ആകാശത്ത് എവിടെ പോയിരിക്കുകയായിരുന്നു? ആഘോഷം എങ്ങോട്ടാണ് പോയത്? ഞാൻ എങ്ങോട്ട് പോയാലും നിനക്കെന്താ, നിന്നെ അത് ബാധിക്കുന്നൊന്നുമില്ലല്ലോ, അപ്പം എനിക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് പോകും, അതൊന്നും നീ അറിയേണ്ട കാര്യമില്ല രചന. അങ്ങനെയല്ലല്ലോ മഹേഷേ, ഞാൻ അറിയണമല്ലോ, എങ്ങോട്ട് പോയാലൊന്ന് വിളിച്ചാൽ പോലും കിട്ടില്ല. ഞാൻ എങ്ങോട്ടെങ്കിലും ആകാശിനോട് പറയാതെ പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പം എന്നോടും പറയണ്ടേ? ഓ, നീ പറയാതെ പോകാറില്ല പോലും, നീ എന്നോട് എപ്പോഴാണ് പറഞ്ഞിരിക്കുന്നത്? സകല കള്ളത്തരങ്ങളും കാണിച്ചിട്ടല്ലേ നീ പുറത്തേക്ക് പോകുന്നത്. ആകാശേ, ഈ കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്തിനാണ് തല്ല് പിടിക്കുന്നത് ആകാശേ? നിന്റെ മകനും ഇപ്പോൾ എൻ്റെ മുന്നിലേക്ക് ഒരുമിട്ട് ഇറങ്ങിയിരിക്കുകയല്ലേ എന്നെ തകർക്കാനായിട്ട്. അതെ, ഞാനതിനെക്കുറിച്ച് അവനോട് സംസാരിച്ചിരുന്നു. അവൻ പറഞ്ഞത്, അയ്യോ മമ്മി, തെറ്റുപറ്റിപ്പോയി, ആ ഒരു ദേഷ്യത്തിൽ എനിക്ക് പറയേണ്ടി വന്നതാണ്, എന്നെ തല്ലാൻ പറഞ്ഞില്ലേ ആകാശ് ആദിയോട്, അതുകൊണ്ടാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഓഹോ, അത് ശരി, നിന്നെ തല്ലാൻ പറഞ്ഞെന്ന് വിചാരിച്ച് അവൻ അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? അവൻ അറിയാതെയൊന്നുമല്ല, അറിഞ്ഞിട്ട് തന്നെയാണ് അവൻ അങ്ങനെയൊക്കെ പറഞ്ഞത്. എനിക്കതിന് നല്ല വിശ്വാസമുണ്ട്. അവനെ വിളഞ്ഞ വിത്താണ്. ഇല്ല ആകാശേ, അവനൊരു തെറ്റു പറ്റിപ്പോയതാണ്. അവൻ ആകാശിനോട് മാപ്പ് പറയും. അവനൊരു അബദ്ധം പറ്റിപ്പോയി, അതുകൊണ്ടാ അവൻ പുറത്തിറങ്ങാതിരിക്കുന്നത് എന്നൊക്കെ പറയണം. ശരി, എങ്കിലേ നിന്റെ മകനെ വിളിച്ചിട്ട് എൻ്റെ മുന്നിൽ തലയും കുനിച്ച് നിന്ന് പറയണം, ഞാൻ ചെയ്ത മുഴുവനും തെറ്റായിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് നിന്റെ മകൻ പറയണം. അവൻ പറയുമെന്നേ. അവനറിയാതെ സംഭവിച്ചു പോയത്. ഞാൻ ഇപ്പം തന്നെ ആദിയെ വിളിക്കാം. മോനെ ആദി, എന്താ മമ്മി, ഇങ്ങോട്ടൊന്ന് ഇറങ്ങി വരാവോ മോനെ? ഞാനിപ്പോൾ വരാം മമ്മി എന്ന് ആദി പറയാം. ഇപ്പം അവൻ വരും, പക്ഷേ ആകാശമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ നിൽക്കരുത്. ഞാനായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, പക്ഷേ വന്നാൽ മതി ഇങ്ങോട്ട് എന്ന് പറയാം. അപ്പോൾ ആദ്യം ഇങ്ങോട്ട് വരികയാണ്. വന്നു കഴിഞ്ഞപ്പോഴേക്ക്, എന്താ മമ്മി എന്താ വിളിച്ചത്? അതെ, ആകാശിനോട് അനാവശ്യമായ എന്തോ കാര്യം ആദ്യം പറഞ്ഞില്ലേ? ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്ക് ആകാശ്, അയ്യോടാ, എന്തിനെങ്ങനെ മറച്ചു വെക്കുന്നത്? അവൻ പറഞ്ഞ കാര്യം വ്യക്തമായിട്ട് പറ. ഇങ്ങനെ മറച്ചു വെക്കേണ്ട ആവശ്യമൊന്നുമില്ല മോനെ ആദി, നീ അതിന് അങ്കിളോട് സോറി പറയണം. സോറിയോ? സോറി പറയുന്നതിന് മുമ്പ് തന്നെ ഞാൻ എന്താണ് അങ്കിളോട് പറഞ്ഞത്? അതൊന്നും പറഞ്ഞാൽ കൊള്ളായിരുന്നു. കേട്ടോ, അവൻ്റെ അഭ്യാസം കണ്ടോ? മോനെ, നീ അങ്കിളോട് അറിയാതെ നീ പോടാന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് നീ അങ്കിളോടൊന്ന് സോറി പറഞ്ഞേര്.
ഞാൻ അറിയാതെ പറഞ്ഞെന്നോ? അത് മമ്മിയോട് ആരാ പറഞ്ഞത്? ഞാൻ അറിയാതെ അല്ല പറഞ്ഞത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ കാര്യം പറഞ്ഞത്. ഇത് കേട്ട ആകാശ് വെറിക്കൊണ്ട് സിംഹത്തെ പോലെ നിൽക്കുകയാണ്. ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ അവൻ അറിയാതല്ലെന്ന് പറഞ്ഞത്. ആദി എന്തൊക്കെയാ ആദി പറയുന്നതെന്ന് ചോദിച്ചപ്പോഴേക്ക് നീ അറിഞ്ഞുകൊണ്ടാണോ? അതേ മമ്മി, ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ. പിന്നെ എൻ്റെ മമ്മിയെ തല്ലാനായിട്ട് ഇയാൾ പറയുമ്പോൾ ഞാനത് കൈയും കെട്ടി നോക്കി നിൽക്കണോ? ഇതൊന്നും സഹിച്ചു നിൽക്കാനായിട്ട് എന്നെ കൊണ്ട് പറ്റില്ല. ആ ഒരു ദേഷ്യത്തിൽ ഞാൻ മനഃപൂർവ്വം തന്നെ പറഞ്ഞതാണ്. അത് വേണമെങ്കിൽ ഇനിയും ഞാൻ പറയും എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും മതി, നിന്റെ അധിക പ്രസംഗം നിർത്ത് മമ്മി. ഈ കാര്യത്തിൽ മമ്മി ഇടപെടേണ്ട. മമ്മിയുടെ പാട് നോക്കി പോ മമ്മി. ഇയാൾ പറയുന്നതും കേട്ട് എന്തിനാണ് വാലാട്ടിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നത്? മമ്മിക്ക് വേറൊരു പണിയില്ലേ? ഇയാൾ മഹാകള്ളനാണ്. ഇയാൾക്ക് ഇതൊന്നും കിട്ടിയാൽ പോരാ മമ്മി. ഇത് കേട്ട് ആകാശ് പിന്നീട് പിടിച്ചു നിൽക്കാനായിട്ട് കഴിഞ്ഞില്ല. ആകാശ് ദേഷ്യം വന്നിട്ട് എടാ നിന്നെ ഞാനുണ്ടല്ലോടാ എന്നും പറഞ്ഞുകൊണ്ട് ആദ്യം തല്ലാനായിട്ട് പോവുകയാണ്. ആദ്യം തല്ലായിട്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും രചന വന്ന് എടേ കയറുകയാണ്. ആകാശ വേണ്ട ആകാശേ, അവനൊന്നും ചെയ്യരുത്, അവൻ കുട്ടിയല്ല, അവനോടൊന്നും ചെയ്യരുത്. മമ്മി വീട് മമ്മി, ഇതൊക്കെ അയാൾ വേറെ അടവാണ്. എന്നെ തല്ലാൻ പറ, കൊല്ലാൻ പറ. പിന്നീട് എന്താ സംഭവിക്കുന്നതെന്ന് അങ്കിൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. അതുകൊണ്ട് അങ്കിൾ എന്നെ തല്ലേ ഇല്ല, കൊല്ലേ ഇല്ല, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. എടാ ആദ്യം നീ ഒന്നും മിണ്ടാതിരിക്കുക. ആദ്യം നീ എന്തിനാ ഇങ്ങനെ കിടന്ന് സംസാരിക്കുന്നത്? നീ ഒന്നും മിണ്ടാതിരിക്കുക. ഇല്ല അമ്മേ, ഇനി ഞാൻ മിണ്ടാതിരിക്കുന്ന പ്രശ്നവുമില്ല. ഞാനേ സംസാരിക്കും. ഇങ്ങനെ ഇയാളെ വെറുതെ വിട്ടാൽ ശരിയാവില്ല. എടാ നിന്നെ ഞാൻ ഇന്ന് കൊല്ലൂടാ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ചെല്ലുകയാണ്. പക്ഷേ അവിടെ കൊല്ല്, നിങ്ങളെന്നെ കൊല്ല്, നിങ്ങളെന്നെ തൊട്ട വിവരം അറിയും. അത് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നിങ്ങൾ എന്നെ ഒരു പുല്ലും ചെയ്യാൻ പോകുന്നില്ല എന്നവിടെ പറയാം. മമ്മി കയറി പോകാൻ നോക്ക്. ഇങ്ങനെ ഇയാൾ പല അഭ്യാസങ്ങളും കാണിക്കട്ടെ, അതിന് തുള്ളാൻ നിന്നാൽ മമ്മിക്ക് തന്നെ പ്രശ്നം ഉണ്ടാകുള്ളൂ. അതുകൊണ്ട് മമ്മി കയറി പോകാൻ നോക്ക്. പിന്നീട് രജനിക്കൊന്നും പറയാൻ പറ്റില്ല. രജന കിടന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞിട്ട് നേരെ മുകളിലേക്ക് കയറി പോവാണ്. അപ്പോൾ ആകാശ് വന്ന് നേരെ ആദ്യയോട് സംസാരിക്കണം. അതേടാ നിന്നെ തൊട്ടാലല്ലേ പ്രശ്നം, പക്ഷേ നിനക്ക് വേദനിക്കും. നിന്റെ മമ്മിയെ ഞാൻ വേദനിപ്പിക്കോടാ. നിന്നെ കൊല്ലാതെ തന്നെ നിന്റെ മമ്മിയെ ഞാൻ തീർക്കും, നിന്റെ കൺമുന്നിൽ വിളിച്ച് തന്നെ. നീ നിന്റെ മമ്മിക്ക് വേണ്ടിയില്ലേ ഇത്ര നേരം സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത്? പക്ഷേ ആ മമ്മി നിനക്കിനി ഉണ്ടാകില്ലടാ, അത് ഉറപ്പുള്ള കാര്യം. അപ്പോൾ ആകാശിൻ്റെ ഈ ഒരു സംസാരം കേട്ടുകഴിഞ്ഞപ്പോഴേക്കും ആദ്യം ഒന്ന് പേടിച്ചു. ആദ്യം ഇങ്ങനെ വിറച്ചൊരവസ്ഥ നിൽക്കുകയാണ്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ആകാശ് കയറി പോവുകയാണ്. തൻ്റെ മമ്മി എങ്ങനെയും രക്ഷിക്കണമെന്ന് മാത്രമേ ആദ്യയുടെ മനസ്സിലുള്ളേ. അങ്ങനെ നമ്മുടെ മഹേഷിനെ കാണിക്കുകയാണ്. അപ്പോൾ മഹേഷും അതേപോലെ തന്നെ സാന്ദ്രയും കൂടി സംസാരിക്കുകയാണ്. അപ്പോൾ സാന്ദ്രയോട് കാര്യങ്ങളെല്ലാം ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് മനസ്സിലായി, ഞാൻ ഏതായാലും അയാളൊരു ഫോട്ടോ കൊണ്ടാണ് വന്നിരിക്കുന്നത്. മഹേഷ് സംശയിച്ചതുപോലെ തന്നെ മഹേഷിനെ കൊല്ലാനായിട്ട് ശ്രമിച്ചതാണ്. കാറിൻ്റെ ബ്രേക്ക് ഇയാളാണ് കട്ട് ചെയ്തതെന്നും പറഞ്ഞുകൊണ്ട് ആ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഓ ഇയാളായിരുന്നല്ലേ. അപ്പോഴാണ് രചന കയറി വരുന്നത്. രചന വന്നോ? രചന തന്നെ ഞാൻ കാത്തിരിക്കുകയായിരുന്നു. അതെ, എൻ്റെ കാറിൻ്റെ ബ്രേക്ക് കട്ട് ചെയ്ത ഒരാളെ കണ്ടെത്താനായിട്ട് ഞാൻ ശ്രമം നടത്തിയത്. ഇതായിരുന്നു CI സാന്ദ്ര. അന്വേഷണം തുടങ്ങിയായിരുന്നു. ഇപ്പോഴേ അയാളെ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഫോട്ടോ ഒന്ന് നോക്കിയേ എന്ന് പറഞ്ഞുകൊണ്ട് രചനയുടെ കയ്യിലേക്ക് ആ കൊലയാളിയുടെ ഫോട്ടോ കൊടുക്കുക. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് രചന ഞെട്ടിപ്പോയി. എന്താ രചന, ഇയാളെ പരിചയമുണ്ടോ? ഇത് ആകാശിൻ്റെ കൂടെയുള്ളതാണെന്ന് ചോദിച്ചപ്പോഴേക്കും അയ്യോ എനിക്ക് ഇയാളെക്കുറിച്ച് അറിയില്ല, ആകാശിൻ്റെ കൂടെയുള്ളതുകൊണ്ടൊന്നും എനിക്കറിയില്ല, പക്ഷേ ഇയാളെ കാണുമ്പോൾ തന്നെ പേടി തോന്നുന്നല്ലോ. ദൈവമേ, ഇയാളാണോ മഹേഷിനെ കൊല്ലാനായിട്ട് കാറിൻ്റെ ബ്രേക്ക് അഴിച്ചു വിട്ടത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇയാളെ വെറുതെ വിടാനായിട്ട് പാടില്ല. എന്നിട്ട് ഇയാളെക്കുറിച്ച് വല്ല വിവരവും കിട്ടിയോ? ഇല്ല, അന്വേഷണം തുടങ്ങിയിട്ടേ ഉള്ളൂ. അയാൾ ഒളിവില. പക്ഷേ ഇയാളെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അതെങ്ങനെ രചനയ്ക്കറിയാം? അതല്ല ഞാൻ പറഞ്ഞു വരുന്നതേ, ആകാശം ഒരാളെ ഇറക്കിയിട്ടുണ്ടെങ്കിൽ അത് പുറത്തുനിന്നായിരിക്കും ഇറക്കാനായിട്ട് പോകുന്നത്. അതുകൊണ്ട് ആകാശം അയാളെ മാറ്റും, അത് ഉറപ്പുള്ള കാര്യം തന്നെയാണെന്നേ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ മഹേഷിന് എന്തൊക്കെയൊരു സംശയം തോന്നുക. അപ്പം രചന പറയാം, എനിക്ക് മഹേഷിനോട് അത്യാവശ്യമായിട്ട് ചില കാര്യങ്ങൾ പറയാനുണ്ട് ഇതിനെ സംബന്ധിച്ച്. അപ്പോൾ സാന്ദ്ര ആണെങ്കിൽ നിങ്ങൾ സംസാരിച്ചെന്ന് ഞാൻ പോവാം എന്ന് പറഞ്ഞുകൊണ്ട് സാന്ദ്ര ഇറങ്ങി പോവാണ്. അപ്പോൾ ഈ രചനയാണെങ്കിൽ അതേ മഹേഷേ, ഞാൻ മഹേഷിനോട് പറയാൻ വേണ്ടി വന്നത്, ഞാൻ ഇതിനെക്കുറിച്ചെല്ലാം അറിഞ്ഞായിരുന്നു. അപ്പോൾ ആകാശ് ആളെ ഇറക്കിയായിരുന്നേ. അപ്പോൾ ആ ഒരു ആക്സിഡൻറ്റ് സ്ഥലത്ത് ആകാശ് ഉണ്ടായിരുന്നു. ആകാശാണ് ഇപ്പം എല്ലാം ചെയ്യിപ്പിച്ചത്. അപ്പോൾ ഈ ഗുണ്ടയും അവിടെ ഉണ്ടായിരുന്നെങ്കിലോ? അപ്പോൾ ശരിക്കും ഇതിന് പിന്നിൽ ആകാശ് തന്നെയാണ്. അപ്പോൾ രചന ഉറപ്പിച്ചു ആകാശ് തന്നെയാണെന്ന്. അതെ, എനിക്കങ്ങനെ തന്നെയാണ് സംശയം തോന്നുന്നത്, മഹേഷിനെ തീർക്കാൻ വേണ്ടി തന്നെ. ഇത് കേട്ടുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ സ്വപ്നവല്ലി. ഇത് കേട്ട സ്വപ്നവല്ലി ആണെങ്കിൽ അതേടി
ആകാശ് എന്നെയാണ് ഇതിന് പിന്നില്. എൻ്റെ മോൻ ഇങ്ങനെയൊക്കെ വരുത്തി വെച്ചത്. നിന്നോട് ആരാടി ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? അത് പിന്നെ അമ്മേ, ഞാൻ മഹേഷിനെ കാണാൻ വേണ്ടി വന്നാണ്. മഹേഷിനെ കാണാൻ വേണ്ടിയോ? നീയും മഹേഷും തമ്മിൽ എന്താടി ബന്ധമുള്ളത്? നീ ഇവിടെ വന്നിട്ട് മഹേഷിൻ്റെ കുടുംബം കുളം തോണ്ടാൻ വേണ്ടിയല്ലേടി? അനാവശ്യമായ രീതിയിൽ ഇങ്ങോട്ട് വന്നു പോകരുത് അമ്മേ. അനാവശ്യമായൊന്നും ഇങ്ങനെ പറയരുത് അമ്മേ. അമ്മേ, ഞാൻ അതിനു വേണ്ടിയെന്നല്ല, മഹേഷിനെ കാണാൻ വേണ്ടി തന്നെയാണ് വന്നത്. മഹേഷേ, എന്നെക്കുറിച്ച് അനാവശ്യങ്ങൾ പറയുന്നത് കേട്ടില്ലേ മഹേഷേ? എന്നിട്ട് മഹേഷ് ഒന്നും മിണ്ടാതിരിക്കുകയാണ്. അവൻ മിണ്ടില്ല. കാരണം നിന്നോട് ക്ഷമിച്ച് നിന്നെ എപ്പോൾ ഈ വീട്ടിൽ കയറ്റിയോ അപ്പം മുതൽ അവന് വായാടം മുട്ടിപ്പോയി. അതുകൊണ്ട് അവനൊന്നും പറയില്ലടി. പക്ഷേ ആദിയില്ലാതെ ഇനി നീ ഈ വീട്ടിലേക്ക് വന്നു പോകരുത്. മനസ്സിലായല്ലോ? കടക്കടി പുറത്ത്. എൻ്റെ വീട്ടിൽ നിന്ന് കടക്കാനാ പറഞ്ഞത്. മഹേഷ് ഒന്നും പറയാൻ പോകുന്നില്ല. കടക്കടി പുറത്ത്. അങ്ങനെ രചനയെ ആട്ടി പുറത്താക്കുക. അപ്പം രചന പോകുന്നത് നമ്മുടെ രാമൻ കാണുക. അപ്പം രാമനാണെങ്കിൽ രചന എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിളി. എന്താ അച്ഛാ എന്നിങ്ങനെ ചോദിക്കുകയാണ്. നീ മഹേഷിനെ കാണാൻ വേണ്ടി വന്നിരിക്കുന്നു. നിനക്ക് എന്ത് അധികാരമുണ്ട് മഹേഷിനെ കാണാനായിട്ട്? അത് പിന്നെ അച്ഛാ, മഹേഷിനെ കണ്ട് കാര്യവിവരങ്ങളെല്ലാം അന്വേഷിക്കാൻ വേണ്ടിയാണ്. അല്ലാതെ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഞാൻ മഹേഷിനോട് വീണ്ടും സഹതാപം കൂടാൻ വേണ്ടിയല്ല വന്നത്. നീ ബന്ധം പിരിഞ്ഞ ഒരാളാണ്. എൻ്റെ മഹേഷിനെ ചതിച്ചുകൊണ്ട് വേറൊരുത്തിനെ തേടിപ്പോയ ഒരാളാണ്. എന്നിട്ട് നീ ഇങ്ങോട്ട് വരണ്ട ഒരു കാര്യമില്ല രചന. അതല്ല അച്ഛാ, ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും മനസ്സിലാക്കണം. എനിക്കിപ്പോൾ എല്ലാം കൊണ്ട് എൻ്റെ മനസ്സ് പശ്ചാത്താപം കൊണ്ട് നീറുകയാണ്. അതുകൊണ്ട് എന്നെ ഒരു സുഹൃത്തായിട്ട് മഹേഷ് അംഗീകരിക്കണമെങ്കിൽ അതിന് ഞാൻ തയ്യാറാണ്. മഹേഷ് എന്നോട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് പറഞ്ഞില്ലല്ലോ. അതിനൊന്നും മഹേഷ് തയ്യാറാവില്ല. മഹേഷ് തയ്യാറായില്ലെങ്കിലും ഞങ്ങൾ തയ്യാറാകും. കാരണം കുറേ എൻ്റെ മകൻ വേദന അനുഭവിച്ചു. അവനൊരു തളർച്ച വന്നു കഴിഞ്ഞപ്പോൾ അവൻ്റെ കൂടെ നീ നിൽക്കാതെ നീ കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോയി അല്ലേ? ഇപ്പോൾ എന്തായി? നീ കൂടെ ഇറങ്ങിപ്പോയി അവനെക്കാലം മുൻപന്തിയിലെത്തിയില്ലേ എൻ്റെ മകൻ? ഇപ്പം നിനക്ക് ആ കാര്യങ്ങളെല്ലാം ഓർത്തിട്ട് പശ്ചാത്താപം വരുന്നുണ്ടല്ലേ? നീ പശ്ചാത്തപിക്കണം. നിനക്ക് ഇവിടെ ചിപ്പിമോളെ കാണാനുള്ള അധികാരമുണ്ട്. അത് കോടതിയൊന്നും പറഞ്ഞിട്ടില്ല. ആദ്യം നിന്റെ കൂടെയാണ്. ആദ്യമായിട്ടും ഇങ്ങോട്ട് വരാം, ഞങ്ങൾക്ക് കാണുകയും ചെയ്യാം. പക്ഷേ നീ മഹേഷിനെ ഒറ്റയ്ക്ക് ഇവിടെ കാണാൻ വരേണ്ട കാര്യമില്ല. നിന്നെയും മഹേഷിനെയും ബന്ധം വേർപെടുത്തി തന്നതാണ് കോടതി. അപ്പോൾ നീയും മഹേഷും അന്യരാണ്. നിങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. മനസ്സിലായല്ലോ? ഇനി മേലാൽ ആരുമില്ലാതെ നീ ഇങ്ങോട്ട് വരാൻ നിൽക്കരുത്. ഞങ്ങൾക്കത് ഇഷ്ടമില്ലാത്ത കാര്യമാണ്. നീ ഈ കുടുംബത്തോട് നിനക്ക് യാതൊരു ബന്ധവും ഇല്ല. മനസ്സിലായല്ലോ? ഇറങ്ങി പൊയ്ക്കോളാനായിട്ട് രാമൻ പറയാണ്. അങ്ങനെ രചന കണ്ണീര് ഒഴിപ്പിക്കൊണ്ട് പോവുക. ഈ രാമനാണെങ്കിൽ ഭയങ്കര സന്തോഷം. രാമൻ സന്തോഷം കൊണ്ട് മതി മറന്നു നേരെ മഹേഷിൻ്റെ റൂമിലേക്ക് ചെല്ലുക. അപ്പോൾ എന്താ അച്ഛാ, അച്ഛനെന്ത് ഭയങ്കര സന്തോഷമാണല്ലോ? സന്തോഷാടാ. ഓ, അമ്മ നല്ല കണക്കിന് കൊടുത്താണ് രചനയെ പറഞ്ഞു വിട്ടത്. അത് കേട്ടിട്ടുണ്ടാവും. സന്തോഷമായിരിക്കും അല്ലേ? അതൊന്നും ഞാൻ അറിഞ്ഞു പോലുമില്ലടാ. ആ കാര്യം ഞാൻ അറിഞ്ഞു പോലുമില്ല. പക്ഷേ രചന ഇറങ്ങി പോകുന്നത് ഞാൻ കണ്ടായിരുന്നു. അവളെ പിടിച്ചു നിർത്തി മനസ്സിലുള്ള കാര്യങ്ങൾ മുഴുവനും വിളിച്ചു പറഞ്ഞ് നല്ല കൊട്ടു കൊടുത്തിട്ടുണ്ട്. ആ പറച്ചില്ലേ എൻ്റെ മനസ്സ് നന്നായിട്ട് തണുത്തിരിക്കുക. അതുകൊണ്ട് ഞാൻ സന്തോഷത്തിൽ മാതി മറന്നൊരവസ്ഥയിൽ നിൽക്കുകയാണ് എൻ്റെ പൊന്നു മോനെ എന്ന് പറയാണ്. അപ്പോൾ അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ റിവ്യൂടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു. സീ യു. ബൈ.